എന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു അത് പിടിച്ചു ടീമിന്റെ ഭാഗത്തു നിന്നാണോ അതോ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണോ? രണ്ടും. ഓ, അപ്പോൾ മാക്സിമം ശ്രമിച്ചു, കിട്ടിയില്ല. പിന്നെ ഞാൻ അതിന്റെ പിടി വിട്ടു കൊടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും വന്ന് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും പുറമേ കാണുമ്പോൾ എല്ലാരും പറയുന്നത് ഞാൻ വളർച്ചയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ 5ാമത്തെ ബിസിനസ് റൺ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഉള്ളൊരു നോളജും ഇപ്പൊ ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, ഈ സംഗതി അന്നുണ്ടായിരുന്നെങ്കിൽ അത് നിലനിർത്താൻ പറ്റുമായിരുന്നു? തീർച്ചയായിട്ടും അന്നത് ഉണ്ടായില്ല. അതായത് ബിസിനസ് ചെയ്ത് മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്തൊക്കെ അറിയാം, പക്ഷേ സംവിധാനം കൊണ്ടുവന്നില്ല. അതെ അതെ. ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര 5 മാസം അല്ലേ? 5 മാസം. 5ആണോ 4ആണോ? 5 മാസം ആവുന്നു. 5 മാസം ആവുന്നു. ഓക്കെ. ഈ 5 മാസം കൊണ്ട് ഇതിന്റെ ഒരു എഫക്റ്റ് എത്രത്തോളം, എന്ത് പറയാനുണ്ട്? അതിന്റെ ഒരു എഫക്റ്റ് എന്ത് പറയാനുണ്ട്? നല്ലൊരു റിസൾട്ടാണ് അതിലുണ്ടായത്. വരുമ്പോ എന്നോട് പറഞ്ഞ ടീമിന്റെ അവസ്ഥ എന്തായിരുന്നു? അതെ, അതിലൊക്കെ നല്ല റിസൾട്ടാണ് അതിലുണ്ടായിരിക്കുന്നത്. നമ്മൾ ഹയർ ചെയ്ത അവസ്ഥ എന്താണ്? ആളെ ഞാൻ അന്ന് നൽകിയപ്പോ അത്ര ഒരു സാമ്പത്തിക രീതിയിൽ ഒരാളെ എടുത്തു വെക്കാൻ കഴിയില്ല സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്. സാറിന്റെ ഒരു വാക്കുകൊണ്ടിട്ടാണ് നമ്മളവിടെ നിർത്തിയത്. ഓക്കെ. ആക്ച്വലി നാം മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് ചെയ്യാൻ നമുക്കൊരു 10 പേര് കിട്ടും, അല്ല 100 പേര് കിട്ടും, നമുക്ക് ചെറിയ സാലറിയിലും ആളെ കിട്ടും. അത്യാവശ്യം ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ, ഹയറിംഗ് സമയത്ത് തന്നെ നമുക്ക് അറിയിച്ചു കൊടുക്കാനും, അത് അവർ മനസ്സിലാക്കണം. അവർ നമ്മിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്കും മനസ്സിലാവണം. അങ്ങനെ പരസ്പരം ധാരണയോടുകൂടി നമ്മളുടെ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രോസസ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അത് ഇംപ്ലിമെൻറ്റേഷൻ പീരീഡ് കൊടുക്കണം. അപ്പോൾ ആ പീരീഡ് നിങ്ങൾ ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നു 2.5 മാസം, നമ്മൾ 2 മാസത്തിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിലും സിമ്പിളായിട്ട് അവരുടെ ഒരു ഹാബിറ്റിന്, അവരുടെ ഒരു ഹെഡേക്ക് കൊടുക്കാതെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ 2.5 മാസം കൊണ്ട് നമ്മുടെ ടീമെല്ലാം പക്കായിരിക്കും. ഇപ്പം അതുകൊണ്ട് എത്ര റിലാക്സ് ആണ്. മറ്റേത് കോള് വന്നു കഴിഞ്ഞാൽ സാർ തിരക്കാണ്, ഇപ്പം ആ തിരക്കില്ല. അപ്പം ഇതൊക്കെ അന്ന് ചെയ്തിരുന്നെങ്കിൽ വലിയ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതൊരു കുറവായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ? ഒരിക്കലും ഇല്ല. കാരണം അന്ന് അങ്ങനെ ഒരു പാഠം ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അതൊരിക്കലും ഒരു കുറവല്ല. ഓക്കെ. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. എനിവേ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് എന്ന് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു, അപ്പൊ വീണ്ടും താഴോട്ട് തന്നെ പോകുന്നതായിരിക്കും.